ഇക്ഷിയാവും ഫാങ്ങിനെയും കൊണ്ട് സേഫായിട്ട് സുയിയുടെ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണല്ലോ. ഷുയേങ്ങും ബാക്കി 2 കുട്ടികളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടുകൊണ്ട് അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇക്ഷിയാവോ ഇതുവരെ കുട്ടികളോട് ദേഷ്യത്തോടെയാണ് പെരുമാറിയിരുന്നതെങ്കിലും ഇപ്പോൾ പഴയ പോലെ സ്നേഹമൊക്കെ കാണിക്കാൻ തുടങ്ങുന്നു. ഇവർക്ക് നേരെ ആ ഷിപ്പിൽ ആക്രമണം നടത്തിയ ശത്രുക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരുടെയും മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബോഡി വികൃതമായെങ്കിലും ജീഷുവിൽ നിന്നുള്ളവർ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബോഡി സിറ്റി ഗേറ്റിൽ കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുവാൻ സുയിഗെ ഓർഡർ നൽകുന്നുണ്ട്. ശത്രുരാജ്യത്ത് നിന്ന് വന്ന അവർക്ക് ഇവിടെയുള്ള ആരോ ആ ഷിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുത്തതുകൊണ്ടാണല്ലോ അവർക്കതിവിടെ ഉപയോഗിക്കാൻ പറ്റിയത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും അവൻ ഓർഡർ നൽകുന്നുണ്ട്. രാജ്ഞി പ്രിൻസസിനെ വിളിച്ച് ജീഷുവുമായിട്ടുള്ള മാരേജ് അലയൻസിനെ പറ്റി സംസാരിക്കുന്നു. അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നായിരുന്നു രാജ്ഞി വിചാരിച്ചിരുന്നത്. പക്ഷേ രാജ്ഞിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷിയാങ് സന്തോഷത്തോടെ ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടികളെയും കൊണ്ട് ആ സിറ്റി വിട്ട് തിരികെ പോകാനുള്ള ശ്രമം പാളിയതുകൊണ്ട് തന്നെ ഷുയേങ് തൽക്കാലം ഈ സിറ്റിയിൽ തന്നെ ഒരു വീട് റെൻറ്റിനെടുത്ത് അവിടെ തങ്ങാൻ തീരുമാനിക്കുന്നു. കുട്ടികളെ കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോൾ സേഫ് ആയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. വിവരം അറിഞ്ഞപ്പോൾ ആദ്യം ഇക്ഷിയാവോ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് സേഫ്റ്റിയെ പറ്റിയൊക്കെ ഷുയേങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നുന്നതിനാൽ അവളും അതിന് സമ്മതിക്കുന്നുണ്ട്. ജീഷുവിലുള്ളവർ തനിക്ക് നേരെ നടത്തിയ ഈ ആക്രമണം ഒരു ആയുധമായിട്ടെടുത്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് സുയിഗെ രാജാവിന് മുന്നിലെത്തി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അതിന് സാധിക്കില്ല. വിവാഹത്തിന് സമ്മതം അറിയിച്ചുള്ള ലെറ്റർ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഷാജിങ് വിവാഹത്തിനായി ഇവിടെ എത്താറുമായി. അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് രാജാവ് അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുൻപ് തന്നെ അങ്ങ് കൊന്നുകളയാൻ സുയിഗെ അച്ഛനോട് ആവശ്യപ്പെടുന്നുണ്ട്. രാജാവ് ഇത് കേട്ട് ദേഷ്യപ്പെട്ട് മുന്നിലുണ്ടായിരുന്ന ഒരു കപ്പെടുത്ത് അവൻ്റെ നേർക്ക് എറിയുന്നു. അങ്ങനെ അവൻ്റെ തലയൊക്കെ ചെറുതായി പൊട്ടി ബ്ലഡൊക്കെ ഒഴുകുന്നുണ്ട്. ഈ സമയത്താണ് ഷിയാങ് അങ്ങോട്ടേക്ക് എത്തി തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എന്ന് സുയിഗയോട് പറയുന്നത്. ആരെങ്കിലും നിർബന്ധിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചതായിരിക്കും, ഇങ്ങനെ പറയിക്കുന്നതായിരിക്കും എന്ന് കരുതി അവൻ അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവളുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ആരെ ഫോഴ്സ് ചെയ്തതല്ല. ഷാജിങ് ഷിയെക്കുറിച്ച് താൻ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. അവനെ വിവാഹം കഴിക്കാൻ തനിക്ക് ഇഷ്ടമാണ് എന്ന് അവൾ പറയുന്നു. അത് കേട്ട് അവനാകെ തളർന്നു പോകുന്നുണ്ട്. മുമ്പ് ഒരു തവണ ഷാജിങ് ഷിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമായതാണ്, വിവാഹത്തിന് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞ് ഷിയാങ് ചേട്ടൻ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞ് അവനോട് കരഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തവണ കണ്ട ഒരാൾക്കൊപ്പം ഇത്രയും കാലം സ്നേഹിച്ച തങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വരുന്നുവെന്ന് അവൻ ചോദിച്ചിട്ടൊന്നും അവൾ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഷാജിങ് ഷി ഒരു ക്രൂരനാണ്. തന്നെ പോലും നന്നായിട്ട് അവനെ മറ്റാർക്കും അറിയില്ല. അവൻ ഒരുപാട് സ്കീമിംഗ് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ അവൻ പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ പിന്മാറാൻ തയ്യാറാവുന്നില്ല. അവസാനം അവന് തോറ്റു പിന്തിരിയേണ്ടി വരുന്നു. അവൾ ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അതിനെ എതിർത്ത് നിൽക്കില്ല എന്ന് വിഷമത്തോടെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷിയാങ് ആ പുതിയ വീട്ടിലേക്ക് കുട്ടികളെയും കൊണ്ട് താമസം മാറാൻ തുടങ്ങുകയാണ്. ഇക്ഷിയാവോയും അവർക്കൊപ്പം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ സുയിഗയുടെ അനുവാദമില്ലാതെ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷുഗെ അവരെ തടയുന്നു. ഈ സമയത്താണ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സുയിഗ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഇക്ഷിയാവോയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്ന കാര്യം അറിഞ്ഞിട്ടും സുയിഗെ അതിന് എതിർപ്പൊന്നും ഇല്ലാത്തതുപോലെ സമ്മതം നൽകി അകത്തേക്ക് കയറി പോകുന്നു. അതും കൂടി കണ്ടപ്പോഴേക്കും കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഇക്ഷിയാവോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ബാക്കിയുള്ളവരോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് അവൾ അവൻ്റെ പിന്നാലെ അകത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അതിനുള്ളിലായിട്ട് അവൻ്റെ അമ്മയുടെ ഒരു മെമ്മോറിയൽ പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് അവൻ പോകുന്നത്. അവളും പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ആ സ്ഥലത്തേക്ക് വേറെ ആരെയും അങ്ങനെ കയറ്റാറില്ല എന്ന് പറഞ്ഞ് ഷുഗെ ഇടയ്ക്ക് വെച്ച് അവളെ തടയുന്നു. സുയിഗയ്ക്ക് ഇന്നെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, നിനക്കത് കണ്ടിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇക്ഷിയാവോ ഇനി ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് താൻ ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് തന്നെ അവൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷെ ആ മെമ്മോറിയൽ സ്ഥലത്തിനകത്തേക്ക് അവൾ കയറുന്നില്ല. പുറത്ത് വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അവൻ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം പുറത്തൊരിടത്ത് വന്ന് എന്തോ കുഴിച്ചെടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇക്ഷിയാവോ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നത് അവനും അറിയുന്നു. നീ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ അവളും കൂടി ചെന്ന് അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് പുറത്തെടുക്കുന്നു. അതിനുള്ളിൽ കുറേ വൈനായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ അമ്മ അവൻ്റെ പെങ്ങളുടെ വിവാഹ സമയത്ത് പുറത്തെടുക്കണമെന്ന് പറഞ്ഞ് അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അത്. പക്ഷേ ഷാജിങ് ഷിയുമായിട്ട് അത് ഷെയർ ചെയ്യാൻ സുയിഗയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവന് കൊടുക്കില്ല. ഇത് മുഴുവൻ കുടിച്ചു തീർക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൻ ഇക്ഷിയാവോയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്നത് കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇക്ഷിയാവോയ്ക്ക് പഴയ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രമാത്രം വൈൻ കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി കാര്യത്തിൽ തനിക്കുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട അവളുടെ അവസ്ഥയെപ്പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് താൻ ഇവിടെയും ഫേമസ് ആയിരുന്നോ എന്ന് അവൾ ചോദിക്കുന്നത്. ജീഷു ആർമിയിലെ 3 പോപ്പുലർ ഹീറോസിൽ ഒരാളായിരുന്നു അവൾ. ബാക്കി 2 പേർ വെയ്റാനും നിങ്ഫെയും ആയിരുന്നു. ഇവരെ 3 പേരെയും യുദ്ധത്തിൽ കൊല്ലുന്നവർക്ക് പ്രമോഷനൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. വെയ്റാനെയും നിങ്ഫെയെയും കൊല്ലുന്നവർക്ക് ബറ്റാലിയൻ കമാൻഡറായിട്ടും അവളെ കൊല്ലുന്നവർക്ക് ടീം കമാൻഡറായിട്ടുമായിരുന്നു പ്രമോഷൻ നൽകും എന്നുള്ള ഓഫറൊക്കെ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യം അവൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ എന്നെ കൊല്ലുന്നവർക്ക്
കുറച്ച് സ്ഥാനം മാത്രം നൽകുന്നത്. നിങ്ഫയെയും വീറാനെയും പോലെ തന്നെ എന്നെ കൊല്ലുന്നവർക്കും ബറ്റാലിയൻ കമാൻഡറായിട്ട് തന്നെ പ്രമോഷൻ നൽകണം എന്ന് പറഞ്ഞവളോട് ബഹളം വയ്ക്കുന്നുണ്ട്. ഇനി ആർമിയിൽ തിരിച്ചെത്തിയാൽ ഉടനെ ആ റൂള് മാറ്റി ഇവളിപ്പോൾ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ആക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെയും രണ്ടുപേരും ഒരുപാട് സമയം അവിടെ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ അത്യാവശ്യം നല്ല ഫോമിലായിട്ട് അവൻ്റെ വാളെടുത്ത് അതുകൊണ്ട് ഒരു പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ മടിയിലേക്ക് തന്നെ വീഴുന്നു. ആ സമയത്ത് അവൻ്റെ മുഖം കണ്ടിട്ട് ചന്ദ്രനെ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൻ്റെ മുഖത്തെ പിടിച്ച് ഞെക്കിയിട്ട് ചന്ദ്രൻ ഇത്ര സോഫ്റ്റ് ആയിരുന്നോ എന്നൊക്കെ ചോദിച്ച ശേഷം അവൾ അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ സൂര്യ ഉണരുമ്പോൾ അവളൊരു കത്തി അവൻ്റെ കഴുത്തിന് നേർക്ക് പിടിച്ചിരിക്കുകയാണ്. തലേ ദിവസം രാത്രി അവിടെ തന്നെ ഇരുന്ന് മയങ്ങിപ്പോയതുകൊണ്ട് അവളെ അവൻ്റെ റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നിരുന്നു. ഇക്കാര്യം പുറത്താരെങ്കിലും അറിഞ്ഞാൽ തെറ്റിദ്ധരിക്കുമല്ലോ, അതുകൊണ്ട് ആരും അറിയാതിരിക്കാൻ വേണ്ടി അവനെ അങ്ങ് കൊന്നു കളയാൻ പോവുകയാണ് എന്ന് അവൾ പറയുന്നു. ഈ സമയത്ത് ആരോ അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് അവൻ്റെ ബെഡിലേക്ക് ചാറി കയറി അവനെ കിസ് ചെയ്യുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്നു. അവൻ്റെ കഴുത്തിന് ആ കത്തിയും അവൾ അമർത്തി പിടിച്ചിട്ടുണ്ട്. ശുഗയായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. ശുഗ ഇത് കണ്ട് ആകെ ഷോക്കാവുന്നു. ഇക്ഷാവോ സൂര്യയെ കൊണ്ട് കൈ കാണിപ്പിച്ചിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ശുഗ പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി നടന്നതിനെ പറ്റി ആരോടും പറയില്ലെങ്കിൽ അവനെ വെറുതെ വിടാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതിന് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നാണ്? പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. നീ ഉറങ്ങിയപ്പോൾ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയെന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എൻ്റെ ടൈപ്പല്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ടും അവൾ വിശ്വാസം വരാതെ പോലെ അങ്ങനെ കിടന്നപ്പോൾ എൻ്റെ കാല് മരവിക്കുന്നു. കുറച്ചൊന്ന് മാറാൻ പറഞ്ഞ് അവളുടെ ശ്രദ്ധ ഒന്ന് അവൻ തെറ്റിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചാൻസിൽ പെട്ടെന്ന് അവളെ ബെഡിലേക്ക് മറിച്ചിട്ടിട്ട് കത്തി അവൻ അവളുടെ കഴുത്തിന് നേരെ പിടിക്കുന്നു. ഇപ്പോൾ അവൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവുന്നുണ്ട്. ഒരാളുടെ കഴുത്തിന് നേരെ ഇങ്ങനെ കത്തി പിടിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ കത്തി താഴെ ഇടുന്നുണ്ട്. ശവ അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ശുഗ ഇപ്പോഴും പുറത്ത് എന്താണ് സംഭവം എന്നറിയാതെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇക്ഷാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ താൻ അവളെ കണ്ടിട്ടേ ഇല്ല എന്ന മട്ടിൽ അവൻ കണ്ണ് കാണാത്തതുപോലെ അഭിനയിക്കുന്നു. ഇക്ഷാവ് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് കണ്ണിൽ കുത്തും എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എന്താ കണ്ടിട്ടേ ഇല്ല, ഇതിനെക്കുറിച്ച് ആരോടും പറയത്തുമില്ല എന്നൊക്കെ ശുഗ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ശുഗ അകത്തേക്ക് ചെല്ലുന്നു. അവനോട് അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വന്ന കാര്യം പറയാനായിട്ട് സുഗ പറയുന്നുണ്ട്. ഷാജിങ്ഷി വിവാഹ അലയൻസിന് വേണ്ടി അന്ന് അവിടെ എത്തും എന്ന് പറയാനായിരുന്നു ശുഗ വന്നത്. പിന്നെ ഇക്ഷാവോ ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നതിൽ കുഴപ്പമില്ലേ, അവളുടെ മേലെ കണ്ണ് വേണമെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, അവൾ പോയതുപോലെ തിരിച്ചു വന്നോളൂ എന്ന് സുഗ കോൺഫിഡൻസോടെ പറയുന്നുണ്ട്. ഷാജിങ്ഷി അന്ന് എത്തും എന്നുള്ള കാര്യം പ്രിൻസസും അറിയുന്നു. അവൾ ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ സുഗ ഇതുവരെ വിവാഹത്തിന് സമ്മതം നൽകാത്തതിൻ്റെ വിഷമമുണ്ട്. ഈ സമയത്താണ് ഷെങ്യാങ് അവളുടെ വിവാഹക്കാര്യം അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു വെഡ്ഡിങ് ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ടേക്ക് വന്നത്. ഒരു ചെറിയ ഓറഞ്ച് ട്രീ ആയിരുന്നു അവൻ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരുന്നത്. അവൻ സന്തോഷത്തോടെ അതെവിടെ വെക്കണം എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. പിന്നീടാണ് സുഗ ഇതുവരെ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല, അവൻ ഗിഫ്റ്റൊന്നും കൊടുത്തയച്ചിട്ടില്ല എന്നൊക്കെ ഷെങ്യാങ് അറിയുന്നത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ താനിത് കൊടുക്കുന്നത് മര്യാദയല്ലല്ലോ എന്ന് കരുതി അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് തിരികെ കൊണ്ടുപോകുന്നുണ്ട്. ഇക്ഷിയാവോ ഷുയിങ്ങിൻ്റെ പുതിയ വീട്ടിലെത്തിയ സമയത്ത് ഷുയിങ് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാതെ കാവൽക്കാരൻ തടയപ്പെട്ട് നിൽക്കുകയാണ്. അവരിവിടെ വന്ന് കയറിയപ്പോൾ മുതൽ കാവൽക്കാർ തങ്ങളുടെ പിന്നാലെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും ഒന്നും ആരെയും സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഷുയിങ് അവിടെ നിന്ന് ഇക്ഷിയാവോയെ അറിയിക്കുന്നു. ഇക്ഷിയാവോയെയും അവർ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. സൂയിയാണ് ഇതിന് പിന്നിലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇക്ഷിയാവോ തിരികെ അവൻ്റെ അടുത്തേക്ക് തന്നെ ചെന്ന് അവൻ എന്താണ് ഇങ്ങനെ കണ്ടീഷൻസ് ഒന്നും അനുസരിക്കാതെ പ്രവർത്തിക്കുന്നത്, നേരത്തെ തന്നെ സ്വതന്ത്രമാക്കാമെന്ന് വാക്ക് തന്നിരുന്നാലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് തടയുന്നത് എന്നൊക്കെ ചോദിച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അവനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തന്നോട് പറയാതെ പോകുന്നത് മര്യാദയല്ല. എന്തായാലും ഈ സിറ്റി മുഴുവൻ എൻ്റെ കൺട്രോളിലാണ്, എവിടെ നീ താമസിച്ചാലും ഞാൻ അറിയാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ അവനും പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് നൽകുന്ന സമയത്ത് ഫുയു അർജൻറ്റായിട്ട് എന്തോ പറയാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതിനാൽ പിന്നെ സുഗ അവനൊപ്പം പോകുന്നു. ഈ മാരേജ് അലയൻസിന് സുഗയ്ക്ക് എതിർപ്പാണെന്ന് അവൻ്റെ ആർമി ക്യാമ്പിലൊക്കെ അറിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ജനറൽമാരൊക്കെ ഈ വിവാഹത്തെ എതിർത്ത് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാനായിരുന്നു യുൻഫാങ് എത്തിയത്. വിവരം പറഞ്ഞ് സുഗ അവരെ എല്ലാവരെയും വിളിപ്പിച്ച് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഷാവോ ജിങ്ഷിക്കെതിരായി എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായാൽ അതൊരു കലാപമായി മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ അവരോട് കാര്യമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും തിരികെ പോകുന്നു. അപ്പോഴാണ് കൂട്ടത്തിലെ ഒരു ജനറൽ അവിടെ നിന്നിട്ട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനികൻ അവൻ്റെ ടോക്കണും കത്തിയും ഒക്കെ തിരികെ ഏൽപ്പിച്ചിട്ട് അവന് ചെയ്യാൻ സാധിക്കാത്തത് ചെയ്യാനായി പോവുകയാണ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. ചിങ് എന്നൊരു ജനറലാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. അവൻ അവിടുത്തെ ബെസ്റ്റ് ആർച്ചറാണ്. തനിക്ക് പകരമായിട്ട് ഷാവോ ജിങ്ഷിയെ കൊല്ലുകയാണ് അവൻ്റെ ഉദ്ദേശമെന്ന് സുഗയ്ക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ ഷാവോ ജിങ്ഷി ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ വെച്ച് കൊല്ലപ്പെടുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കാനിരിക്കുന്ന സമാധാന കരാർ നശിക്കും. എല്ലാവരും ഇവരുടെ രാജ്യത്തെ അതിന് കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആ ഷിങ്ങിനെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്ന് സുഗ കൂടെയുള്ളവരോട് പറയുന്നു. അവൻ അവിടുത്തെ ബെസ്റ്റ് ആർച്ചറാണ്. അതുകൊണ്ട് തന്നെ അവൻ എവിടെയായിരിക്കും ഷാവോ ജിങ്ഷി അറ്റാക്ക് ചെയ്യാനായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടാവുക എന്ന് ഇക്ഷിയാവോയ്ക്ക് ചിലപ്പോൾ വല്ല ഐഡിയയും കാണുമെന്ന് കരുതി അവൻ
ഇക്ഷ്യാവോയുടെ അടുത്തെത്തി അവളോട് സംസാരിക്കുന്നു. പക്ഷേ ഇക്ഷ്യാവോ ആദ്യം വലിയ ജാട കാണിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ഈ സിറ്റി മുഴുവൻ തൻ്റെ കൺട്രോളിലാണ്, ഇവിടെ താനറിയാതെ ഒരു ഇല മൂലം അനങ്ങില്ല എന്നൊക്കെ അവൻ ഗമയിൽ പറഞ്ഞതാണല്ലോ. എന്നിട്ടിപ്പോൾ തന്നെ പോലെ ഒരാളുടെ അടുത്ത് എന്തിനാണ് സഹായം ചോദിച്ചു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ കളിയാക്കുന്നു. ഇപ്പോൾ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആർച്ചർ അവളാണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ സഹായിക്കണം എന്നൊക്കെ സുയിയെ കുറേ പറയുന്നുണ്ട്. അവസാനം ഇക്ഷ്യാവോ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷെ അവൾ കുറേ കണ്ടീഷൻസ് വയ്ക്കുന്നുണ്ട്. 3 കണ്ടീഷൻസ് അംഗീകരിച്ചു കൊടുക്കാമെന്ന് അവൻ പറഞ്ഞപ്പോൾ 4 വേണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. പക്ഷെ അവൻ അതിന് മറുപടി നൽകുന്നില്ല. അതോടെ അവൾ എണ്ണം കൂട്ടുന്നുണ്ട്. 5 ആയപ്പോഴേക്കും പിന്നെ സുയിയെ പെട്ടെന്ന് ഇടപെട്ട് അവളുടെ 5 കണ്ടീഷൻസ് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് സമ്മതിക്കുന്നു. അവളുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവന് മനസ്സിലാവുന്നുണ്ട്. ഷുയേങ്ങിൻ്റെ വീടിന് മുന്നിലായി നിർത്തിയിരിക്കുന്ന കാവൽക്കാരെ പിൻവലിക്കണം. അതവൻ സമ്മതിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ എന്താണെന്ന് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പിന്നെ ഓർമ്മ വരുമ്പോൾ പറഞ്ഞുകൊള്ളാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ സിറ്റിയുടെ ഒരു മാപ്പ് തനിക്ക് നൽകാൻ ആവശ്യപ്പെടുന്നു. അവളെ സിറ്റി മാപ്പ് കാണിക്കുന്നതിനോട് യുൻഫാങ്ങിനെ കുറിച്ച് എതിർപ്പുണ്ട്. പക്ഷേ സുഗി അതിന് തയ്യാറായിട്ട് അവളെ സ്റ്റഡി റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ വെച്ച് മാപ്പ് അവൻ കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ സംശയത്തിൽ എവിടെയായിരിക്കും ഷിങ് ഉണ്ടായിരിക്കാൻ സാധ്യത എന്നൊക്കെ പറയുന്നു. പക്ഷെ അവൻ കണക്ക് കൂട്ടുന്നത് തെറ്റാണെന്ന് അവൾ പറയുന്നുണ്ട്. ഈ ഷിങ് അവിടെ നിന്ന് പോകുന്ന സമയം വലിയൊരു ബോയും എടുത്തുകൊണ്ടായിരുന്നു പോയത്. പക്ഷേ അതവർ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ആൾക്കൂട്ടത്തിനിടയിൽ അത്രയും വലിയൊരു അമ്പുമായിട്ട് പോകുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. അതുകൊണ്ട് അതെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പകരം ചെറിയൊരു അമ്പുമായി പോയിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി അടുത്ത ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആയിരിക്കും ഷിങ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഇക്ഷ്യാവോ ഗസ് ചെയ്യുന്നു. ആ ഏരിയയിൽ സെർച്ച് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ അവൾ പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ തന്നെ സുയിയുടെ ആൾക്കാർ പോയി തിരച്ചിൽ നടത്തുന്നു. ഷിങ്ങിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടവിടെ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇതൊരു മിലിറ്ററി ഓർഡറാണ് എന്ന് പറഞ്ഞ് അവരോട് തിരികെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ അവരുടെ കൂടെ ചെല്ലുന്നുണ്ട്. താൻ ചെയ്യാൻ പോയ കാര്യം ശരിയാണ് എന്നാണല്ലോ ഷിങ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവൻ്റെ ജീവൻ കളഞ്ഞിട്ട് ഷാവോ ജിങ്ഷിയെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സുയിയെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. തെറ്റ് മനസ്സിലായതോടെ അവൻ മാപ്പി ചോദിക്കുന്നു. പിന്നെ അവൻ്റെ ടോക്കണും ആയുധവും ഒക്കെ തിരികെ നൽകി അവനോട് തിരികെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ സുയിയെ പറയുന്നുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇക്ഷ്യാവോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യുൻഫാങ് അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ സുയിയും അവർക്ക് പിന്നാലെ ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളേത സഹായത്തിന് അവന് നന്ദി പറയുന്നുണ്ട്. ഷാജിങ്ഷി സിറ്റി ഗേറ്റിനടുത്ത് എത്താറായിരിക്കുന്നു. അവൻ ഷാജിങ്ഷിയെ റിസീവ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവനത് സമ്മതിക്കുന്നു. അങ്ങനെ അവളെയും കൂട്ടിയാണ് സുയിയെ പോകുന്നത്. അവർ സിറ്റി ഗേറ്റിന് മുകളിൽ നിന്നാണ് ഇവൻ വരുന്നത് കാണുന്നത്. കുറച്ച് പേര് ഷാജിങ്ഷിയെ റിസീവ് ചെയ്യാനായിട്ട് താഴെയും നിൽപ്പുണ്ട്. അവനിങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഇക്ഷ്യാവോയ്ക്ക് കുറച്ച് പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഡെത്ത് ക്യാമ്പിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തി ആർമിയിൽ ചേർത്തതൊക്കെ ഷാജിങ്ഷി ആയിരുന്നു. ആ സമയത്ത് അവളും വേറാനും നിങ്ഫയും ജീവിതകാലം മുഴുവൻ അവനെ സേവിച്ചോളാമെന്ന് വാക്കുകൊടുത്തൊക്കെ അവളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഷാജിങ്ഷി ആ വാള കൊടുത്ത് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങിയ കാര്യവും കുറേശ്ശെയായിട്ട് ഓർമ്മ കിട്ടുന്നു. ഈ ഓർമ്മകൾ ഇങ്ങനെ വന്ന് കയറിയപ്പോൾ അവൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവുന്നു. ഇവളുടെ മാറ്റം കണ്ടുകൊണ്ട് സുഗി അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ തട്ടി മാറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സൈനികരിൽ ഒരാളുടെ വാളും എടുത്ത് ഇവരൊക്കെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. സുഗി അവൾക്ക് പിന്നാലെ പോകുന്നു. ഇങ്ങനെ അവൾ അവിടെ നിന്ന് മാറിയത് കാരണം ഷാജിങ്ഷി വന്ന സമയത്ത് ഇവളെ കാണുന്നില്ല. അവിടെ നിൽപ്പുണ്ടായിരുന്ന ആ മിനിസ്റ്ററും ബാക്കിയുള്ളവരും ഒക്കെ അവനെ റിസീവ് ചെയ്ത് കുതിരവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇക്ഷ്യാവോ സെറ്റി ഗേറ്റിന് മുകളിൽ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് നിൽക്കുകയായിരുന്നു. ഈ ഓർമ്മകൾ ഇങ്ങനെ മിന്നി മറയുന്നത് കാരണം അവൾ ചുറ്റുമുണ്ടായിരുന്നവർക്ക് നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഫോഴ്സിലൊന്നും അല്ലാത്തതിനാൽ എല്ലാവരും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഒന്നും ചെയ്യരുതെന്ന് സുഗിയെ പറയുന്നതുകൊണ്ട് അതുകൊണ്ട് ആർക്കും ഇതുവരെ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇവളുടെ ഈ ബഹളമൊക്കെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുക എന്ന ഷാജിങ്ഷി കേൾക്കുന്നുണ്ടെങ്കിലും ആരാണെന്ന് കാണാനൊന്നും പറ്റാത്തതുകൊണ്ട് അവൻ കൂടുതൽ ശ്രദ്ധിക്കാതെ വണ്ടിയിൽ കയറി പോകുന്നു. ആരൊക്കെയോ തന്നെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയുള്ള ഓർമ്മകൾ കാരണമാണ് ഇക്ഷ്യാവോ ഇങ്ങനെ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം സുഗിയ പതുക്കെ അവളുടെ കയ്യിൽ നിന്ന് വാൾ പിടിച്ച് വാങ്ങി അവളെ നോർമലാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ മയങ്ങി വീഴുന്നു. ഷാജിങ്ഷിയും കൊണ്ടുള്ള ആ കുതിരവണ്ടി അകത്തോടി പോകുന്ന സമയത്ത് തെരുവിൻ്റെ ഇരുവശത്തുമായി ഒരുപാട് ആളുകൾ കൂടി നിന്ന് അവനെ തെറി വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെയാണ്. ഇവരുടെ എല്ലാം ബന്ധുക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. തങ്ങളുടെ എല്ലാം ബന്ധുക്കളെ നഷ്ടപ്പെടുന്നതിന് കാരണക്കാരൻ അവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന് നേരെ ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊക്കെ താണ്ടി അവസാനം അവൻ രാജാവിൻ്റെ മുന്നിൽ എത്തുന്നുണ്ട്. അവിടെ രാജാവിൻ്റെ അജ്ഞയും മന്ത്രിമാരും എല്ലാം ഹാജരായിട്ടുണ്ട്. ഇവരെല്ലാം മുന്നിൽ വെച്ച് അവൻ റെസ്പെക്റ്റോടുകൂടി ഇതേപോലെ വിവാഹ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ രാജാവിനോട് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാജാവും അവനും തമ്മിലൊരു പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് രാജാവിനോട് പെരുമാറുന്നത്. പ്രിൻസസ് ഷിയാങ് തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്വീറ്റ്സ് ആയിരുന്നു രാജാവ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരുന്നത്. അവൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു അത്. അവനത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇത്ര മധുരമുള്ള സാധനം തനിക്ക് ഇഷ്ടമല്ല എന്ന് അവൻ തുറന്ന് പറയുകയും ചെയ്യുന്നു. ഷിയാങ്ങിന് അവനോടൊരു താല്പര്യം ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹത്തിന് തയ്യാറാവുന്നത്. അല്ലെങ്കിൽ എന്ത് കരാറിൻ്റെ പേരിലായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു വിവാഹത്തിന് താൻ ഒരിക്കലും സമ്മതിക്കുകയില്ലായിരുന്നു എന്ന് രാജാവ് അവനോട് തുറന്ന് പറയുന്നു.
തൻ്റെ മകൾക്ക് അവൻ്റെ രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് അറിയുകയാണെങ്കിൽ സമാധാന കരാറൊന്നും നോക്കാൻ നിൽക്കില്ല, താൻ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് അവളെ സന്തോഷത്തോടെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ രാജാവ് ഒരു സ്ട്രിക്റ്റ് വാർണിംഗ് പോലെ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോകാനും തുടങ്ങുന്നു. ഫാമിലി മാറ്റേഴ്സും രാജ്യകാര്യങ്ങളും കൂടി കൂട്ടിക്കുഴയ്ക്കില്ല, രണ്ടും വേറെ വേറെ കാണും, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതെ നോക്കിക്കോളാം എന്നൊക്കെ ഷാജിങ്ഷി ഈ സമയം രാജാവിന് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ഫെ ഈ സമയം ഇക്ഷ്യാവോയെ അന്വേഷിച്ച് സുയിഗോയുടെ വീടിന് മുന്നിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ അവനെ അകത്തേക്ക് കിടത്തി വിടുന്നില്ല. ഈ ബഹളം കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഷൂയിങ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇക്ഷ്യാവോയ്ക്ക് ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് ബഹളമുണ്ടാക്കാതെ തിരിച്ചു പോകാൻ നിങ്ഫെയോട് പറയുന്നു. ഇക്ഷ്യാവോയ്ക്ക് സുഖമില്ല എന്ന് അറിഞ്ഞോടെ നിങ്ഫെ അവളെ കാണണമെന്ന് ഒന്നുകൂടി വാശി പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് സുഗി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. അവനെ കണ്ടതും നിങ്ഫെ ഒരു ഫൈറ്റിന് തയ്യാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ സുഗി ചെസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ അവൻ്റെ കുറച്ച് എല്ലൊക്കെ ഒടിഞ്ഞ് അവൻ മറിഞ്ഞു വീഴുന്നു. ഇതാണോ ജീഷുവിലെ ഏറ്റവും മികച്ച വാരിയർ എന്ന് പറഞ്ഞ് അവനെ കളയാക്കിയിട്ട് സുഗി അകത്ത് കയറി പോകുന്നുണ്ട്. ഷാജിങ്ഷി കൊട്ടാരത്തിൽ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്ന സമയത്ത് പ്രിൻസസ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തന്നെ മുമ്പ് കണ്ടതായി ഓർമ്മയുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ അവന് അവളെ കണ്ട ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ആർമിയിൽ ചേരാനുള്ള ആഗ്രഹവുമായിട്ട് പ്രിൻസസ് ഒരു സൈനികൻ്റെ വേഷത്തിൽ കൊട്ടാരത്തിൽ നിന്ന് ആരും അറിയാതെ പുറപ്പെട്ടു പോയിരുന്നു. പക്ഷെ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ വഴിതെറ്റി അതിർത്തിക്കടുത്തുള്ള ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ വഴിയറിയാതെ വിഷമിക്കുന്ന സമയത്ത് ഷാജിങ്ഷിയുടെയും വേറെ കുറേ സൈനികരുടെയും മുന്നിൽ അവൾ പെട്ടു പോകുന്നുണ്ട്. അവർ അന്ന് അവളെ കൊല്ലുമെന്ന് തന്നെ അവൾ കരുതിയതായിരുന്നു. പക്ഷേ അവൾ ഒരു പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഷാജിങ്ഷി ഞാൻ സ്ത്രീകളെ കൊല്ലാറില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു, മാത്രമല്ല അവൾക്ക് കുടിക്കാനായി കുറച്ച് വെള്ളവും നൽകിയിട്ടാണ് അവൻ പോയത്. ഈ ഒരു സംഭവത്തോടെയാണ് ഷാജിങ്ഷി അവളുടെ മനസ്സിൽ കയറി കൂടിയത്. അവൻ അന്ന് നൽകിയിട്ട് പോയ ആ വാട്ടർ പൗച്ചിൽ എഴുതിയിരുന്ന പേരാണ് ഷാജിങ്ഷി എന്നുള്ളത്. അങ്ങനെയാണ് അവൻ്റെ പേര് ഷാജിങ്ഷി എന്നാണെന്ന് അവൾ മനസ്സിലാക്കുന്നതൊക്കെ. ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അവൾ പറഞ്ഞിട്ട് പോലും അവന് അതിനെപ്പറ്റി ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അന്നാണ് നീ എൻ്റെ മനസ്സിൽ കയറി കൂടിയത് എന്നൊക്കെ പറഞ്ഞ് പ്രിൻസസ് തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്ന് പറയുന്നുമുണ്ട്. അന്നത്തോടെ ആർമിയിൽ ചേരാനുള്ള ആഗ്രഹമൊക്കെ മതിയാക്കി, അത് സ്ത്രീകൾക്ക് പറ്റിയ ഏരിയ അല്ലെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ തിരികെ പോകുന്നുവെന്നും അവൾ ഇക്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അവൾ ആ പറഞ്ഞത് മാത്രം ഷാജിങ്ഷി എതിർക്കുന്നു. അങ്ങനെ സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല, അങ്ങനെ അല്ലാത്തൊരു പെണ്ണിനെ എനിക്കറിയാം. ഞങ്ങളുടെ ആർമിയിൽ നന്നായി ഫൈറ്റ് ചെയ്ത് ഏറ്റവും മികച്ച ജനറലായി മാറിയ ഒരു ലേഡി ഉണ്ട് എന്നൊക്കെ അവൻ ഈ സമയത്ത് ഇക്ഷ്യാവോയെ പറ്റി അവളോട് പറയുന്നു. ഇത് ഷിയാങ്ങിനെ കുറിച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. താൻ കുറേ നേരമായി പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവൻ ആകെ തിരിച്ചു പറഞ്ഞത് മറ്റൊരു പെണ്ണിൻ്റെ കാര്യമാണല്ലോ. എൻ്റെ ഏട്ടനെ പോലും ഏർപ്പിച്ചിട്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത് എന്നറിയാമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. താൻ മറ്റൊന്നും ഉദ്ദേശിച്ചില്ല, സ്ത്രീകൾക്കും യുദ്ധത്തിന് പോകാൻ പറ്റും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞതെന്ന് അവൻ പറയുന്നു. എന്തായാലും അവളുടെ പേരെന്താണ് എന്നൊക്കെ പ്രിൻസസ് ചോദിച്ച് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇക്ഷ്യാവോയുടെ പേര് പറഞ്ഞിട്ട് ഷാജിങ്ഷി അവിടെ നിന്ന് തൽക്കാലം പോകുന്നു.